ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 123 2023 123ാമത് ബോർഡ് എക്സാം ആണ്. ഈ ഒരു ചോദ്യ പേപ്പർ കേരള പോലീസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അപ്പോൾ കേരള പോലീസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു എക്സാം എന്ന് നടന്നു എന്ന് ചോദിച്ചാൽ 15/7/2023 നടന്നതാണ്. 15/7/2023 നടന്ന കേരള പോലീസിന്റെ ക്വസ്റ്റ്യൻ 100 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യ ചോദ്യം, ബിൽ ഓഫ് റൈറ്റ്സ് വിഖ്യാതമായ ഉടമ്പടിയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് ഭരണാധികാരികൾ ആരൊക്കെയാണ്? ഓപ്ഷൻസ്: വില്യം III, മേരി II, ചാൾസ് I, എലിസബത്ത്, ചാൾസ് II, കാതറിൻ, ജെയിംസ് II, മേരി I. അപ്പോൾ ബിൽ ഓഫ് റൈറ്റ്സിൽ ഒപ്പുവെച്ചത് വില്യം III മേരി II. ബിൽ ഓഫ് റൈറ്റ്സിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് ഭരണാധികാരികളാണ് വില്യം III മേരി II. യൂറോപ്പിലുണ്ടായ ആസ്ട്രിയൻ പിന്തുടർച്ച യുദ്ധത്തിന്റെ തുടർച്ചയായിട്ട് ഇന്ത്യയില് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധം ഏതാണ്? ആൻസർ: ഒന്നാം കർണാട്ടിക് യുദ്ധമാണ്. യൂറോപ്പിലുണ്ടായ ആസ്ട്രിയൻ പിന്തുടർച്ചാവകാശ യുദ്ധത്തിന്റെ തുടർച്ചയായി ഇന്ത്യയില് ബ്രിട്ടീഷ് ഫ്രഞ്ചുകാർ നടത്തിയ യുദ്ധമാണ് ഒന്നാം കർണാട്ടിക് യുദ്ധം. ഇനി വർഷത്തെ അനുസരിച്ച് എഴുതാനാണ്. സന്താൽ കലാപം 1855 സിദ്ധുവും കാനുവുമാണ്. ശിപായി ലഹള 1857. വേലുത്തമ്പി കലാപം അപ്പോ നമ്മൾ ഇതിനകത്ത് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 3B ആണ്. അപ്പോ നമ്മുടെ ഉത്തരം ഒന്നാമത്തത് സന്യാസി കലാപമാണ്. ആദ്യത്തെ ആൻസർ സന്യാസി കലാപമാണ്. ഇനി നമ്മുടെ രണ്ടാമത്തത് നമ്മളുടെ വേലുത്തമ്പി കലാപമാണ്. ഈ സന്യാസി കലാപം എന്ന് പറയുമ്പോൾ ബംഗാളി കലാപമാണ്. സന്യാസിമാരുടെ കലാപവുമായി ബന്ധപ്പെട്ടാണ് ആനന്ദമഠം എന്ന നോവലൊക്കെ രചിക്കുന്നത്. 1770-75 കാലഘട്ടമാണ്. ബംഗാളിലെ സന്യാസിമാരുടെ കലാപമാണ്. അപ്പൊ 18ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ മുർഷിദാബാദിന് ചുറ്റും നടന്ന ഇന്ത്യൻ പണ്ഡിറ്റ് ഭവാനി ചരൺ പഥക്കിന്റെ നേതൃത്വത്തിലൊക്കെ ഉണ്ടായ കലാപമാണ് സന്യാസി കലാപം എന്ന് പറയുന്നത്. 770-77 കാലഘട്ടമാണ്. 763 സന്യാസി കലാപം നടന്നിരുന്നു. 18ാം നൂറ്റാണ്ടുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ 1764 ബക്സർ യുദ്ധം. അപ്പോ നികുതി പിരിക്കാനുള്ള അവകാശം ലഭിക്കുന്നു. അപ്പൊ അതൊക്കെ ഇതുമായി കണക്ട് ചെയ്തിരിക്കുന്നു. അതാണ് സന്യാസി കലാപം. പിന്നെ നമുക്ക് വേണ്ടത് എന്താണ്? വേലുത്തമ്പിയുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ? വേലുത്തമ്പി ദളവ, അതാണ് അടുത്തത് വരുന്നത്. പിന്നീട് വരുന്നത് ഏതാണ്? സന്താൽ കലാപമാണ്. 1855 സന്താൽ കലാപമാണ് അതിനുശേഷം വരുന്നത്. ഇനി വരുന്നത് ശിപായി ലഹളയാണ്. 1857 നടന്ന ശിപായി ലഹളയാണ് പിന്നീട് വരുന്നത്. ഇപ്പൊ വേലുത്തമ്പി ദളവയുമായി ബന്ധപ്പെട്ടത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം 1809 അല്ലെ? 809 കുണ്ടറ വിളംബരം അറിയാം. അപ്പോ ഈ കുണ്ടറ വിളംബരം 1808 വേലുത്തമ്പി കലാപം നടക്കുന്നത്. 809 കുണ്ടറ വിളംബരം. ഇനി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആയില്യം തിരുനാൾ മഹാരാജാവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? ആൻസർ: സെക്രട്ടേറിയറ്റ് മന്ദിരം പണികഴിപ്പിച്ചു. ആയില്യം തിരുനാൾ സെക്രട്ടേറിയറ്റ് മന്ദിരം പണികഴിപ്പിച്ചു. പുനലൂർ തൂക്കുപാലം, കൊല്ലം ജില്ലയിലെ പുനലൂർ തൂക്കുപാലം നിർമ്മിച്ചു. ഇനി വരുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രി സ്ഥാപിച്ചു. കൊല്ലം ചെങ്കോട്ട റെയിൽവേ ലൈൻ ആരംഭിച്ചു എന്നുള്ളതാണ് ഇദ്ദേഹവുമായി ബന്ധപ്പെടാത്തത്. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഏക ഇന്ത്യൻ നേതാവാണ് BR അംബേദ്കറും തേജ് ബഹദൂർ സാപ്രുവും. ഐക്യരാഷ്ട്രസഭ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ആണ് പോർച്ചുഗീസുകാരനാണ്. നിഫെ എന്ന് അറിയപ്പെടുന്നത് കാമ്പാണ് അല്ലെ? അകക്കാമ്പാണ് നിഫെ എന്ന് അറിയപ്പെടുന്നത്. നിക്കൽ അയൺ, Fe അയൺ. അപ്പൊ ഇത് രണ്ടും കാണപ്പെടുന്നു. അതുകൊണ്ട് കാമ്പിനെയാണ് നിഫെ എന്ന് വിളിക്കുന്നത്.
വിമാനങ്ങളുടെ സഞ്ചാരത്തിന് ഏറ്റവും അനുയോജ്യമായ അന്തരീക്ഷ പാളി ഏതാണ്? ഉത്തരം സ്ട്രാറ്റോസ്ഫിയർ. കബനി പോഷക നദിയായുള്ള ഉപദ്വീപീയ നദി ഏത്? ഉത്തരം കാവേരി നദിയാണ്. ഇന്ത്യക്ക് ഏറ്റവും പടിഞ്ഞാറുള്ള തുറമുഖം ഏതാണ്? ഇന്ത്യയുടെ പടിഞ്ഞാറുള്ള തുറമുഖം കാണ്ഡിലയാണ്. ഇന്ത്യക്ക് ഏറ്റവും പടിഞ്ഞാറുള്ള തുറമുഖമാണ് കാണ്ഡില. ഗംഗാ നദിയുടെ ചതുപ്പ് ഡെൽറ്റ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ബയോസ്ഫിയർ റിസർവ് ഏതാണ്? ആൻസർ സുന്ദർബൻസ് ആണ്. ഗംഗാ സമതലത്തിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ, ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാട് സുന്ദർബൻ ഡെൽറ്റ. ഈ സുന്ദർബൻ ഡെൽറ്റ സുന്ദരി മരങ്ങളുണ്ട്. പശ്ചിമ ബംഗാൾ എന്ന സംസ്ഥാനത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന സാധനം ഏതാണ്? ഇന്ത്യ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നത് പെട്രോളിയമാണ്. ഇന്ത്യ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നത് പെട്രോളിയം. നീതി ആയോഗിന്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ ആരാണ്? 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. ഇതിന്റെ ചെയർമാൻ അന്ന് മുതൽ ഇന്ന് വരെ നമ്മുടെ നരേന്ദ്ര മോദിയാണ്. ആദ്യത്തെ വൈസ് ചെയർമാൻ അരവിന്ദ് പണഗരിയ. ആദ്യത്തെ വൈസ് ചെയർമാൻ ആരാണ്? അരവിന്ദ് പണഗരിയാണ്. അരവിന്ദ് പണഗരിയ. ഓക്കെ ആണ്. അപ്പോ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാണ്? സുമൻ കെ ബെറിയാണ്. സുമൻ കെ ബെറിയാണ് ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ. സുമൻ കെ ബെറിയാണ്. അമിത് ഷായും രാജ്നാഥ് സിംഗും നിർമ്മല സീതാരാമനും അർജുൻ മുണ്ടയൊക്കെ ഇപ്പോഴത്തെ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആണ്. എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആണ്. ഇനി ഇപ്പോഴത്തെ സിഇഒ, നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സിഇഒ ആരാണ്? ശ്രീ സുബ്രഹ്മണ്യമാണ് ഇപ്പോഴത്തെ സിഇഒ. സുബ്രഹ്മണ്യം. ഇനി പ്ലാനിംഗ് കമ്മീഷൻ സ്ഥാപിക്കപ്പെട്ടത് എന്നാ? 1950 മാർച്ച് 15 പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വരുന്നത്. ആഗോളവൽക്കരണം ത്വരിതപ്പെടുത്തുന്ന സംഘടന ഏതാ? ആഗോളവൽക്കരണം വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ലോക വ്യാപാര സംഘടന, ജനീവയിലാണ് ആസ്ഥാനം. 1991 ഇന്ത്യയില് നവസാമ്പത്തികം ഇതിന് തുടക്കം കുറിക്കുന്നത്. അമൃതകാലം എന്ന പദം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബജറ്റ് 2023-24 ബന്ധപ്പെട്ടതാണ് അമൃതകാലം എന്ന പദം. കാർവേ കമ്മിറ്റി ഇന്ത്യയിലെ ഏത് മേഖലയുമായി ചേർന്നിരിക്കുന്നു? കാർവേ കമ്മിറ്റി ചെറുകിട വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ് കാർവേ കമ്മിറ്റി. നീല വിപ്ലവം എന്ന് പറയുമ്പോൾ മത്സ്യബന്ധനമാണ് നീല വിപ്ലവം. നീല വിപ്ലവം മത്സ്യബന്ധനം. പഴം പച്ചക്കറി ഹോർട്ടിക്കൾച്ചർ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. സുവർണ വിപ്ലവമാണിത്. ഇനി ചേരുംപടി ചേർക്കുക. ഇന്ത്യൻ ഭരണഘടനയിലെ അവകാശങ്ങളുണ്ട്. അവസര സമത്വം ആർട്ടിക്കിൾ 16 അപ്പൊ 2D ആകുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അപ്പൊ തന്നെ ഉത്തരം കിട്ടി. ഓക്കെ ആണ്. ഇനി സ്ഥാനപ്പേര് നിർത്തലാക്കൽ ഓപ്ഷൻ 18 വകുപ്പ് 18. തൊട്ടുകൂടായ്മ വകുപ്പ് 17. നിയമത്തിന് മുന്നിൽ സമത്വമാ. ഇത് സമത്വം വരുന്നത് എല്ലാരും ഈക്വൽ ആണ് എന്ന് വരുന്നത് 14. അവസര സമത്വം എന്ന് വെച്ചപ്പോ നമ്മൾ PSC എഴുതുമ്പോൾ ഏറ്റവും കൂടുതൽ നല്ല മാർക്ക് കിട്ടിയവർക്കാണ്, അല്ലാണ്ട് ഇന്ന കാസ്റ്റിന് ആദ്യം കൊടുക്കാം എന്നുള്ള രീതിയല്ല. അവസര സമത്വം എല്ലാവർക്കും തുല്യ അവസരം എന്നുള്ളതാണ്. അപ്പോ ഇതാണ് ശരിയായിട്ടുള്ളത്. ഇത് ഏത് ഭാഗമാണ്? മൗലിക അവകാശമാണ്. പൗരന്മാർക്ക് ഭാരതത്തിന്റെ ഭൂപ്രദേശം ഒട്ടാകെ ഏക രൂപമായ ഒരു സിവിൽ നിയമ സംഹിത സംപ്രാപ്തമാക്കുവാൻ രാഷ്ട്രം യത്നിക്കേണ്ടതാണ്. ഭരണഘടനയുടെ ഏതോ ഭാഗത്താണ് ഇത് പരാമർശിക്കുന്നത്? 44 സിവിൽ നിയമം, സിവിൽ കോഡ് പാസ്സാക്കൂ. 44 പറയുന്നത്. ഇത് നിർദ്ദേശക തത്വങ്ങളാണ്. 36-51 നിർദ്ദേശക തത്വങ്ങളാണ്. അപ്പോ ഈ തുടക്കം മുതൽ തന്നെ സിവിൽ നിയമം പ്രാബല്യത്തിലുള്ള ഒരു സംസ്ഥാനമാണ് ഗോവ. ഈ അടുത്ത സമയത്താണ് ഉത്തർപ്രദേശ് സിവിൽ നിയമലംഘനത്തിലേക്ക് വരുന്നത്. സിവിൽ നിയമലംഘനമല്ല, സിവിൽ സിവിൽ കോഡ്. ഓക്കെ, സിവിൽ നിയമലംഘന പ്രസ്ഥാനം എന്ന് വെച്ചാൽ നമ്മുടെ ഉപ്പു സത്യാഗ്രഹമായിരുന്നു അല്ലെ. അപ്പൊ ഇത് സിവിൽ കോഡ്. രാജ്യത്ത് എല്ലാവർക്കും ഒരേ നിയമങ്ങൾ വരികയാണ്. മൗലിക കടമയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന എന്താണ്?
മൗലിക കടമ ശരിയായ പ്രസ്താവനകൾ. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. നമുക്ക് നോക്കിയാലോ. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നിലവിൽ വന്നു. 42 ശരിയല്ലേ? ആ. ഇന്ത്യയുടേത് റഷ്യൻ മാതൃകയിലുള്ളതാണ്. മൗലിക കടമ കടമെടുത്തിരിക്കുന്നത് USSR റഷ്യയിൽ നിന്നാണ്. 11 മൗലിക കടമകൾ നമ്മുടെ ഭരണഘടനയിലുണ്ട്. തുടക്കത്തിൽ ഇന്ദിരാഗാന്ധിയുടെ സമയത്താണ് വരുന്നത്. അപ്പോ 42ാം ഭേദഗതിയിലൂടെയാണ് വന്നത്. അന്നേരം 10 ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ 2002 86ാം ഭേദഗതി പ്രകാരം 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളെ സ്കൂളിൽ അയക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയായി. അങ്ങനെ 11 മൗലിക കടമകൾ ഇപ്പോൾ നിലവിലുണ്ട്. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റ് ഏതാണ്? നമുക്ക് ഉത്തരം നോക്കാം. തെറ്റാണ് നമുക്ക് വേണ്ടത്. രാഷ്ട്രപതി കാലാവധി അവസാനിച്ചാലും അദ്ദേഹത്തിന്റെ പിൻഗാമി ഉദ്യോഗത്തിൽ പ്രവേശിക്കുന്നത് വരെ ഉദ്യോഗത്തിൽ തുടരാം. ശരിയാണ്. മറ്റൊരാൾ വരുന്നത് വരെ അദ്ദേഹത്തിന് അതായത് നമ്മുടെ രാഷ്ട്രത്തിന്റെ തലവൻ വേണ്ടി അപ്പൊ അദ്ദേഹം അടുത്ത ആൾ വരുമ്പോഴത്തേക്ക് ഇദ്ദേഹം സ്ഥാനം മാറി കൊടുക്കും. രാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ അഭാവത്തിൽ ഉപരാഷ്ട്രപതി മുൻപാകെ ചെയ്യാം. അല്ല, രാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ മുൻപിലാണ് ചെയ്യേണ്ടത്. 2 പ്രാവശ്യത്തിൽ കൂടുതൽ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുവാൻ പാടില്ല. ഇന്ത്യയിൽ അങ്ങനെ ഒരു റൂളില്ല. അമേരിക്കയിൽ 2 തവണയാണ് പ്രസിഡന്റ് വരുന്നത്. ഇന്ത്യയിൽ എത്ര തവണ വേണമെങ്കിലും ഒരാൾക്ക് പ്രസിഡന്റ് ആകാം. രാഷ്ട്രപതിക്കെതിരെയുള്ള ആക്ഷേപ വിചാരണ ആരംഭിക്കേണ്ടത് ലോക്സഭയിലാണ്. അപ്പോ എവിടെ വേണമെങ്കിലും ആരംഭിക്കാം. അപ്പോ നമ്മളുടെ ഉത്തരം 2, 3, 4 2, 3, 4 തെറ്റാണ്. ഭരണഘടന 91ാം ഭേദഗതി ശരിയായ പ്രസ്താവന എഴുതുക. നമ്മുടെ ഉത്തരം ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം 91മായി ബന്ധപ്പെട്ട് ശരിയാണ്. 2004 ഭേദഗതി നിലവിൽ വന്നത്. 91ാം ഭേദഗതി 2004 നിലവിൽ വന്നു. കേന്ദ്ര മന്ത്രിസഭയിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെ ലോക്സഭാംഗങ്ങളുടെ 15% കൂടുതൽ മന്ത്രിമാർ പാടില്ല. ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ കേന്ദ്ര മന്ത്രിസഭയില് പ്രധാനമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാരുടെ എണ്ണം എടുക്കുമ്പോൾ വെറും 15% ആകാൻ പാടുള്ളൂ. ഇനി ഈ ഭേദഗതി മുന്നോട്ട് വെച്ച കമ്മിറ്റിയുടെ ചെയർമാൻ പ്രണബ് മുഖർജി. ഈ ഭേദഗതി സംസ്ഥാന മന്ത്രിസഭയ്ക്കും ബാധകമാണ്. സംസ്ഥാനത്ത് ഇതേപോലെ തന്നെയാണ്. 15%-ൽ കൂടുതൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ വേറെ മന്ത്രിമാർ പാടില്ല എന്നുള്ളൊരു നിബന്ധനയുണ്ട്. അപ്പോ ഇത് പ്രണബ് മുഖർജിയാണ് ഈ കമ്മിറ്റിയുടെ ചെയർമാൻ. ശരിയായ പ്രസ്താവനകളിലേക്ക് നമുക്ക് പോകാം. 348 പാർലമെന്റിൽ ഉപയോഗിക്കേണ്ട ഭാഷ ഇംഗ്ലീഷ്, ഹിന്ദി. ലോക്സഭാ അധ്യക്ഷന്റെ അനുമതി ഉണ്ടെങ്കിൽ മാതൃഭാഷയിൽ ലോക്സഭാംഗത്തിന് ആശയവിനിമയം നടത്താം. ഓർഡിനൻസ് രാഷ്ട്രപതിക്ക് എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാം. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച 22 ഭാഷകളിൽ ഇംഗ്ലീഷ് ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പൊ 24ാമത്തെ ചോദ്യം ഡിലീറ്റ് ചെയ്തു. 24ാമത്തെ ചോദ്യം ഡിലീറ്റ് ചെയ്തു. ഫൈനൽ ആൻസർ കീഴിൽ ഇതിന് ഉത്തരം ഇല്ല. നമ്മളുടെ ഒരു കാര്യം എന്ന് വെച്ചാൽ 22 ഭാഷകളാണ് അംഗീകരിക്കപ്പെട്ടത് എന്നുള്ളത് കറക്റ്റ് ആണ്. ഓക്കെ ആണോ? ഇനി ഓർഡിനൻസ് രാഷ്ട്രപതിക്ക് പിൻവലിക്കാൻ സാധിക്കും 6 മാസത്തിനുള്ളിൽ. മാതൃഭാഷയില് ലോക്സഭാംഗത്തിന് ആശയവിനിമയം നടത്താൻ പറ്റും. പക്ഷേ ഒരാൾ എന്ത് ചെയ്യും, തർജ്ജമ ചെയ്യാൻ കാണും. കാര്യം ബാക്കി ആർക്കും മനസ്സിലാവത്തില്ലല്ലോ അല്ലെ. മാതൃഭാഷ സംസാരിക്കാം, പക്ഷെ തർജ്ജമയ്ക്ക് ഒരാൾ വേണം. ഇനി നമ്മളുടെ അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ നിന്നും കൺകറന്റ് ലിസ്റ്റില് ഈ കൺകറന്റ് വിഷയത്തില് പെട്ടത് ഏതാണ്? കൺകറന്റ് വിഷയത്തിൽ പെട്ടത് ഏത്? നമ്മളുടെ ഉത്തരം ട്രേഡ് യൂണിയൻ ആണ് കൺകറന്റ് വിഷയത്തിൽ പെട്ടത്. കൺകറന്റ് ട്രേഡ് യൂണിയൻ. അപ്പോ കൺകറന്റ് എന്ന് പറയുമ്പോൾ സംസ്ഥാനത്തിനും കേന്ദ്ര ഗവൺമെന്റിനും ഒരേപോലെ അവകാശമുള്ളതാണ് കൺകറന്റ് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് ഏതൊക്കെയാണ് കൺകറന്റ് എന്ന് പറയുന്നത്? വിവാഹമോചനം കൺകറന്റ് ആണ്, വനം കൺകറന്റ് ആണ്, അളവ് തൂക്ക സമ്പ്രദായം കൺകറന്റ് ആണ്, പക്ഷിമൃഗാതി സംരക്ഷണം കൺകറന്റ് ആണ്, വൈദ്യുതി കൺകറന്റ് ആണ്, ജനകീയാസൂത്രണം സാമ്പത്തികാസൂത്രണം കൺകറന്റ്. അടുത്തത് കേരള പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്നത് എന്നാണ്? കേരളത്തില് പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്നത്, ഈ ഓപ്ഷൻ തെറ്റാണ്. അപ്പോ 1994 ആണ് അല്ലെ. അപ്പോ ഈ ഒരു ഇതിനകത്ത് ആൻസർ ഇല്ല, ഡിലീറ്റ് ചെയ്തിരിക്കുന്നു.
അടുത്തത് വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായി 2014-15 നടപ്പിലാക്കിയ ആയുർവേദ ചികിത്സാ പദ്ധതി ഏതാണ്? ഓപ്ഷൻ വയോമിത്രം പദ്ധതി, മന്ദഹാസ പദ്ധതി, സായം പ്രഭ ഹോം പദ്ധതി, വയോ അമൃതം പദ്ധതി. നമ്മളുടെ ആൻസർ വയോ അമൃതം പദ്ധതിയാണ്. വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷ 2014-15 നടപ്പിലാക്കിയ ആയുർവേദ ചികിത്സാ പദ്ധതിയാണ് വയോ അമൃതം പദ്ധതി. മന്ദഹാസം എന്ന് പറയുന്നത് ഇവർക്ക് ദന്തനിരകൾ കൊടുക്കുന്ന പദ്ധതിയാണ്. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന എന്താണ്? ആൻസർ 2 മാത്രം തെറ്റാണ്. ഇത് 93 ഡിസംബർ 3 കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. 93 ഡിസംബർ 3 കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്നുണ്ട്. എ ഷാജഹാൻ IAS ആണ് കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. അപ്പോ തെറ്റായിട്ടുള്ളത് കേരള സംസ്ഥാന നിയമനിർമ്മാണ സഭയിലെ ഇലക്ഷൻ നടത്തുന്നതിന് അധികാരം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഓക്കെ ആണ്. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. നമ്മുടെ ചോദ്യം ഇനി നമ്മുടെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ നിലവിലെ ആള് ആരെന്ന് ചോദിച്ചാല് ബി ബസവരാജു ആണ്. ബി ബസവരാജു. 7ാമത്തെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നു എ ഷാജഹാൻ. 7ാമത്തെ കമ്മീഷണർ ആയിരുന്നു. അപ്പോ ഇപ്പോ ബസവരാജു. ഇനി നമ്മൾ അടുത്തതിലേക്ക് പോകുന്നു. ചെയർമാൻ ഓഫ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആണ് ഡോക്ടർ ബി ബസവരാജു. അടുത്ത ചോദ്യം മാതാപിതാക്കൾ 2 പേരും അതുപോലെ അഥവാ ഒരാൾ മരണപ്പെട്ട് സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് സ്വഭവനങ്ങളിൽ ബന്ധുഭവനങ്ങളിൽ താമസിച്ച് വിദ്യാഭ്യാസം ചെയ്യാൻ പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ്? ആൻസർ സ്നേഹപൂർവം പദ്ധതി. സ്നേഹപൂർവം പദ്ധതി. ഈ ബന്ധുക്കൾക്ക് നിശ്ചിത തുക മാസത്തിൽ കൊടുക്കും. കേരളത്തിലെ മന്ത്രിമാർ, വകുപ്പുകൾ. ആൻസർ ബി. റോഷൻ അഗസ്റ്റിൻ ജലവിഭവം, കെ കൃഷ്ണൻകുട്ടി വൈദ്യുതി. ഇനി ബിന്ദു എന്ന് പറയുമ്പോൾ ഉന്നത വിദ്യാഭ്യാസം, അബ്ദുറഹ്മാൻ സ്പോർട്സ്. ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എന്താണ്? ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം ശരിയാണ്. ജമ്മു കാശ്മീരിനെ വിഭജിച്ച് ലഡാക്ക്, ജമ്മു കാശ്മീർ 2 കേന്ദ്രഭരണ പ്രദേശമായി 370 വകുപ്പും 35 റദ്ദാക്കി. ഇന്ത്യൻ ഭരണഘടനയുടെ എല്ലാ വ്യവസ്ഥകളും ജമ്മു കാശ്മീരിന് ബാധകമാക്കി. പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് 2019 2019. മനുഷ്യരിൽ വൃഷ്ണങ്ങൾ ഉദരാശയത്തിന് പുറത്ത് കാണുന്ന വൃഷ്ണസഞ്ചിയിൽ ആണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ അവസ്ഥയ്ക്ക് കാരണം എന്താ? വൃഷ്ണങ്ങളിൽ ശരീര താപനിലയേക്കാൾ താഴ്ന്ന താപനില നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതാണ് ശരി. ജീവകം B12, കൊബാൾട്ട്, സൈനോകൊബാലമീൻ എന്നാണ് അതിന്റെ പേര്. ഹൃദയപേശികളിലേക്ക് രക്തം എത്തിക്കുന്ന കുഴലുകളിൽ കാൽസ്യം, കൊഴുപ്പ്, കൊളസ്ട്രോൾ എന്നിവ അടിഞ്ഞു കൂടുന്നതിന്റെ ഫലമായി ധമനികളുടെ ഉള്ള് കുറഞ്ഞു പോകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്ത്? നമ്മുടെ ഉത്തരം അതിറോസ്ക്ലീറോസിസ് എന്നാണ്. അതിറോസ്ക്ലീറോസിസ്. കൊഴുപ്പടിയുന്നു. മനുഷ്യന്റെ അന്നപഥത്തിൽ നിന്നും ആഹാര പദാർത്ഥങ്ങൾ ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്ന അടപ്പ് ഏതാണ്? ഉത്തരം ക്ലോമപിതാനമാണ്. ഒമിക്രോൺ വൈറസിന്റെ ഏറ്റവും പുതിയ ഒരു വകഭേദം ഏതാണ്? ആൻസർ XBB.1.16. ഏറ്റവും മാരകമായ മലമ്പനിക്ക് സാധ്യതയുള്ള ഏകകോശ ജീവി, കാരണമാകാൻ സാധ്യതയുള്ളത് പ്ലാസ്മോഡിയം ഫാൽസിപാരം. പ്ലാസ്മോഡിയം ഫാൽസിപാരം. ഓക്കെയാണ്. അപ്പൊ ഒമിക്രോൺ വൈറസിന്റെ പേരെന്താണ്? XBB.1.16. 1 കുത്ത് പിന്നെ 16. ഓക്കെയാണ്. അപ്പോ നമ്മള് അടുത്തതിലേക്ക് പോകുന്നു. വായുവിൽ നിന്നും
വെള്ളത്തിലേക്ക് ഒരു ശബ്ദ തരംഗം സഞ്ചരിക്കുകയാണെങ്കിൽ താഴെ പറയുന്നവയിൽ മാറ്റമില്ലാതെ തുടരുന്നത് ഏതാണ്? ആൻസർ ആവൃത്തിയാണ്. വായുവിൽ നിന്ന് വെള്ളത്തിലേക്ക് ഒരു ശബ്ദതരംഗം സഞ്ചരിക്കുന്നു. വേഗത മാറില്ല, തീവ്രത മാറില്ല, തരംഗദൈർഘ്യം മാറില്ല. ആവൃത്തി മാറ്റമില്ലാതെ തുടരുന്നത് ഏത്? അപ്പം ആവൃത്തിയാണ് മാറ്റമില്ലാതെ തുടരുന്നത്. വേഗത, തീവ്രത, തരംഗദൈർഘ്യത്തിന് ചേഞ്ച് ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ വായുവിലിരിക്കുന്നു, വെള്ളത്തിലേക്ക് ശബ്ദതരംഗം പോവുകയാണ്. നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ കടലിനടിയിൽ നിന്ന് ഒരാൾ കേൾക്കാൻ പോവുകയാണ്. അപ്പോ ആ ഒരു വേഗത നമ്മൾ പറഞ്ഞതിൽ വ്യത്യാസം വരും, നമ്മൾ പറഞ്ഞൊരു തീവ്രത വ്യത്യാസം വരും, തരംഗ ദൈർഘ്യം വ്യത്യാസം വരും. വെള്ളത്തിനടി നിൽക്കുന്ന ആള് കേൾക്കണം എന്ന് പോലും ഇല്ല. ആവൃത്തിക്ക് മാത്രം ചേഞ്ച് കാണത്തില്ല. ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ ഫോക്കൽ ദൂരം എഫ്, ഒരു വസ്തുവും അതിന്റെ യഥാർത്ഥ പ്രതിബിംബവും തമ്മിലുള്ള കുറഞ്ഞ ദൂരം എന്താണ്? ആൻസർ അപ്പോ കോൺകേവ് ദർപ്പണമാണ് എന്നുള്ളത് ഓർമ്മ വേണം. നമ്മുടെ ഉത്തരം 0 ആണ്. അപ്പോ കോൺകേവ് ദർപ്പണത്തിന്റെ ഫോക്കൽ ദൂരം എഫ് ആണ്. വസ്തുവും അതിന്റെ യഥാർത്ഥ പ്രതിബിംബവും തമ്മിലുള്ള കുറഞ്ഞ ദൂരം 0. പ്രകാശത്തിന്റെ ശൂന്യതയിലെ വേഗത 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ് വെലോസിറ്റി, പ്രവേഗം. എന്ത് മാറ്റിയാൽ പ്രകാശത്തിന്റെ പ്രവേഗത്തിന് മാറ്റം വരുത്താൻ സാധിക്കും? അപ്പോ ഉന്നതി, ആവൃത്തി, തരംഗദൈർഘ്യം ഒന്നും മാറ്റിയാൽ ഈ വെലോസിറ്റി മാറില്ല. വെലോസിറ്റി എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. ഒന്നെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് മാറ്റുക, അല്ലെങ്കിൽ ടൈം ചേഞ്ച് ചെയ്യുക. 2023 കണക്കനുസരിച്ച് സൗരയൂഥത്തിലെ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ ഉള്ളത് വ്യാഴത്തിനാണ്. ജൂപ്പിറ്ററിന്റെ നിലവിലുള്ള ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ്? 92. എന്നാൽ അതിനുശേഷം വീണ്ടും കുറച്ച് ഉപഗ്രഹങ്ങൾ ശനിയുടെ കണ്ടെത്തുകയും ഇപ്പോൾ ശനിയാണ് ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം. ഓക്കെ, ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏതാണ്? ഇപ്പോൾ ശനിയാണ്. ശനിക്ക് ഇപ്പൊ 146 ഉപഗ്രഹങ്ങളുണ്ട്. 146 ഉപഗ്രഹങ്ങളുണ്ട്. ഇലക്ട്രോണിനെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? തുല്യ കണികാ സ്വഭാവവും തരംഗ സ്വഭാവവും. തുല്യ കണികാ സ്വഭാവവും തരംഗ സ്വഭാവവും. ഇലക്ട്രോൺ തുല്യ കണികാ സ്വഭാവമാണ്, തരംഗ സ്വഭാവവും രണ്ടും ഈക്വൽ. ആംഫോട്ടറിക് സ്വഭാവം പ്രകടിപ്പിക്കാത്തത് ഏതാണ്? ആംഫോട്ടറിക് പ്രകടിപ്പിക്കാത്തത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. അപ്പോ ആംഫോട്ടറിക് സ്വഭാവം പ്രകടിപ്പിക്കാത്തത് ആരാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. HCl ആണ് ആംഫോട്ടറിക് സ്വഭാവം പ്രകടിപ്പിക്കാത്തത്. അപ്പോ ഒരു കോമ്പൗണ്ട് മെറ്റൽ ഓക്സൈഡ് അല്ലെങ്കിൽ ഹൈഡ്രോക്സൈഡ് ബോത്ത് ബേസും ആസിഡുമായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു കഴിവാണ് എന്ത് പറയുന്നത്? ആംഫോട്ടറിക് എന്ന് പറയുന്നത്. ബോത്ത് മെറ്റലുമാകാം, ഒരു ബേസുമാകാം, അതുപോലെ ആസിഡുമാകാം എന്ന് പറയുന്നതാണ് ഇത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒരു ആസിഡ് ആണ്. ഇതിന് ബേസ് ആകാനുള്ള കഴിവില്ല. വെള്ളം എന്ന് പറയുമ്പോൾ ന്യൂട്രൽ ആണ്, അല്ലെ? ഇനി അന്തസംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്ന ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിലുള്ള മൂലകങ്ങളാണ്? ഡി ബ്ലോക്കിനെയാണ് നമ്മൾ അന്തസംക്രമണ മൂലകങ്ങൾ, ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. ഉത്തരം ഇവിടെ എഫ് ബ്ലോക്ക് ആണ്. മറ്റേത് ട്രാൻസിഷൻ എലമെന്റ് സംക്രമണ മൂലകങ്ങളാണ്. മാറിപ്പോയി. ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വെച്ചാൽ സംക്രമണം. ഇവിടെ അന്താങ്കുടുണ്ട്. അന്തസംക്രമണമാണെങ്കിൽ അത് എഫ് ബ്ലോക്ക് ആണ്. ആൻസർ എഫ് ബ്ലോക്ക് ആണ്. ഡി ആയിരുന്നെങ്കിൽ സംക്രമണ മൂലകങ്ങൾ, ട്രാൻസിഷൻ എലമെന്റ്സ്. എഫ് ആണ് അന്തസംക്രമണ മൂലകങ്ങൾ. അപ്പോ നമ്മുടെ പീരിയോഡിക് ടേബിളിന് എത്ര പീരീഡ്സ് ഉണ്ട്? 7 പീരീഡുകളാണ് ഉള്ളത്. 7 പീരീഡുകളാണ് ഉള്ളത്. ഇനി എത്ര ബ്ലോക്കുകൾ ഉണ്ട്? 7 പീരീഡുകളുണ്ട്, 18 ഗ്രൂപ്പുകളുണ്ട്. അപ്പോ നമ്മളുടെ എഫ് ബ്ലോക്കിനെ അന്തസംക്രമണം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയുന്നു. ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയുന്നു. ഓക്കെ ആണ്. ലന്താനം, സിറിയം അങ്ങനെ തുടങ്ങുന്നതാണ് നമ്മുടെ എഫ് ബ്ലോക്ക് മൂലകങ്ങൾ. ലന്താനമുണ്ട്, സിറിയമുണ്ട്, അതുപോലെ പ്രാസിയോഡിയം ഉണ്ട്, നിയോഡിമിയം ഉണ്ട്, പ്രോമത്തീസിയം ഉണ്ട്, ലുട്ടീനിയം ഉണ്ട്, ആക്ടിനിയം ഉണ്ട്, തോറിയം ഉണ്ട്, പ്രൊട്ടാക്ടിനിയം ഉണ്ട്, യുറേനിയം ഉണ്ട്,
അങ്ങനെ ലന്താനം ടു ലോറേഷ്യം വരെയുള്ള സാധനമാണ് എഫ് ബ്ലോക്ക് മൂലകങ്ങൾ. ലന്താനം ടു ലോറേഷ്യം. ഇനി ബബിൾകം അല്ലെ, ബബിൾകമിൽ അടങ്ങിയിരിക്കുന്ന പോളിമർ ഏതാണ്? ആൻസർ ബബിൾകത്തിൽ അടങ്ങിയിരിക്കുന്നത് പോളി വിനൈൽ അസറ്റേറ്റ് ആണ്. ജ്ഞാനപീഠ പുരസ്കാരം അർഹമായ പ്രഥമ പ്രതിശ്രുതി എന്ന ബംഗാളി നോവൽ എഴുതിയത് ആരാണ്? ആശാപൂർണ ദേവിയാണ്. ആശാപൂർണ ദേവിയാണ് പ്രഥമ പ്രതിശ്രുതി എന്ന നോവൽ എഴുതിയത്. ജ്ഞാനപീഠ പുരസ്കാര ജേതാവാണ് ആശാപൂർണ ദേവി. അപ്പോ ജ്ഞാനപീഠം 2023 ഇപ്പോൾ ലഭിച്ചത്, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 2024-23 അവാർഡ് കൊടുത്തു. അത് ഗുൽസാറിനായിരുന്നു. ഗുൽസാർ ഉറുദു പോയറ്റായ ഗുൽസാറിനും സംസ്കൃത പണ്ഡിതനായ ജഗദ്ഗുരു എന്ന് വിളിക്കുന്ന രാമഭദ്രാചാര്യനുമാണ്. ജഗദ്ഗുരു എന്ന് വിളിക്കുന്ന രാമഭദ്രാചാര്യയും ഗുൽസാറിനുമാണ് പുരസ്കാരം കൊടുത്തത്. ഗുൽസാർ ബീഹാറുകാരന്, രാമഭദ്രാചാര്യ ഉത്തർപ്രദേശുകാരനുമാണ്. 11 ലക്ഷം രൂപയാണ് പുരസ്കാരം. ഗുൽസാർ ഉറുദു പോയറ്റാണ്, രാമഭദ്രാചാര്യ സംസ്കൃത പോയറ്റാണ്. ക്ലിയർ ആണ്. 58ാമത്തെ ജ്ഞാനപീഠ പുരസ്കാരമാണ് 2 പേര് പങ്കിട്ടെടുത്തത്. ഇനി ചവ പാറക്കുട്ടി ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട കലാകാരിയ? ആൻസർ കഥകളിയ. ദേശീയ ഗുസ്തി താരം, ഒളിമ്പിക്സ് മെഡൽ ജേതാവ് സാക്ഷി മാലിക്, ജന്മദേശം ഹരിയാന. ഒരു ഹോക്കി ടീമിലെ കളിക്കാരുടെ എണ്ണം എത്രയാണ്? 11. സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധി. സൈലന്റ് വാലി ഉദ്ഘാടനം ചെയ്യുന്നത് രാജീവ് ഗാന്ധി. 1984 പ്രഖ്യാപിച്ചു, 85 ഉദ്ഘാടനം. സൈലന്റ് വാലി ഉദ്ഘാടനം ചെയ്തത് ഏത് സ്ഥലത്താണ്? സൈലന്റ് വാലി പാലക്കാട് ജില്ലയിലാണ്, മണ്ണാർക്കാട് താലൂക്കിലാണ്. നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ ദേശീയോദ്യാനമാണ്. ഇവിടെ എന്തുണ്ട്? ഇവിടെ സിംഹവാലൻ കുരങ്ങുകളുണ്ട്. ക്ലിയർ ആണ്. ഇനി നമുക്ക് വേണ്ടത് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ ജസ്റ്റ് ആൻസേഴ്സ് പറഞ്ഞിട്ട് അങ്ങ് പോത്തതേ ഉള്ളൂ കേട്ടോ, മാത്സ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത ടോപ്പിക് ഡിസ്കസ് ചെയ്യണം. ക്ലിയർ ആണ്, എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടല്ലോ. മാത്സിന്റെ നമ്മുടെ ആദ്യ ചോദ്യം, ചതുരത്തിന്റെ നീളം വീതി 1:2:3 അത് എലിമിനേറ്റ് ചെയ്തു. അടുത്തതിന്റെ ഉത്തരം പറയാം, ബി ആണ്. ഇനി 53 എ ആണ്, 54 ബി ആണ്, 55 ഡി ആണ്. എണ്ണൽ സംഖ്യകളുടെ തുകയാണ് ചോദിച്ചിരിക്കുന്നത്. n×n+1/2 ആണ്. അപ്പൊ 100×101/2 ആണ്. ഇത് വെട്ടുമ്പോൾ 50 എന്ന് കിട്ടും. അപ്പൊ 50. 5000 രൂപ 10% സാധാരണ പലിശ നിരക്ക് ബാങ്കിൽ നിക്ഷേപിക്കുന്നു. 2000 രൂപ പലിശ ലഭിക്കാൻ എത്ര വർഷം വേണം? I=PNR/100 ആണ് ഇക്വേഷൻ. 4 വർഷം. ശ്രേണിയിൽ വിട്ടുപോയത് നോക്കുക. 216 6ന്റെ ക്യൂബാണ്. ഇത് 7ന്റെ ക്യൂബാണ്, 343. ഇത് 9ന്റെ ക്യൂബാണ്, അപ്പൊ 8ന്റെ ക്യൂബ് 512 അല്ലേ വിട്ടുപോയേക്കുന്നത്. കാണുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം പറയാൻ പറ്റുന്നുണ്ട്. 20 മീറ്റർ തെക്കോട്ട് നടന്നു. അതിനുശേഷം 25 മീറ്റർ വലത്തോട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടാണ്, വലത്തോട്ട് നടന്നു. പിന്നീട് 25 മീറ്റർ ഇവിടെ നിന്ന് ഇടത്തോട്ട് നടന്നു. ഓക്കെ, പിന്നീട് 25 മീറ്റർ വീണ്ടും ഇടത്തോട്ട് നടക്കുന്നു. ഓക്കെ, അപ്പോ ഇവർ തമ്മിലുള്ള ഒരു അകലം എത്ര എന്നുള്ളതാണ്. കറക്റ്റ് ആയിട്ട് വരയ്ക്കണം, എന്നാലേ കിട്ടത്തുള്ളൂ. ഓക്കെ, ചിലതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ വലിയ ഒരു മട്ട ത്രികോണമായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനത്തെ ജസ്റ്റ് കൂട്ടിയെടുത്താൽ മതിയായിരിക്കും. ഓക്കെ, അപ്പൊ കറക്റ്റ് ഒരു ഇച്ചിരി സമയം എടുത്ത് തന്നെ വരയ്ക്കണം. അപ്പൊ നമ്മളുടെ ഉത്തരം വരുന്നത് 45 മീറ്റർ ആണ്. ഇനി റൂട്ട് 144 എന്ന് വെച്ചാൽ 12 ആണ്. ഇത് കൂട്ടുമ്പോൾ 64, റൂട്ട് 64 8 ആണ്. ഇത് കൂട്ടുമ്പോൾ 256, ഉത്തരം 16 ആണ്. ക്ലോക്കിലെ സമയം 3:30 ആണ്. മിനിറ്റ് സൂചി, മണിക്കൂർ സൂചി, കോണളവ് എത്ര? 30h - 11/2 m ആണ്. ഇത് സ്ഥിരമായി വരുന്നൊരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇതിന്റെ വാല്യൂ പോലും കാണാൻ കഴിയും. 75 ഡിഗ്രി. 30h - 11/2 m ആണ്. അടുത്തത്, the secretary has taken dash unanimous decision during dash crisis. അപ്പൊ യുനാനിമസ് യു വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ആൻസർ വരിക? നമുക്കറിയാം, എ വരും. അപ്പൊ ക്രൈസിസ് ആയതുകൊണ്ട് സ്പെഷ്യൽ ആണ്, ദി ക്രൈസിസ്. അടുത്തത്, ടേൺ ഇൻടു പാസീവ് വോയിസ്. ആൻസർ, the nursing assistant has isolated the COVID victims to the evacuation room. The COVID victims have been, has എന്തായി?
ഇത് പ്ലൂറൽ ആയതുകൊണ്ട് ഹാവ് ബീൻ ആയി. കാര്യം പാസീവ് വോയിസിൽ ടെൻസ് ചേഞ്ച് ആകുന്നില്ല, പ്ലൂറൽ ആയതുകൊണ്ടാണ് ഹാവ് ആയത്. അപ്പോൾ ഈ ഹാവ് ബീൻ മാത്രം വെച്ചുകൊണ്ട് ഉത്തരത്തിലെത്തുന്നു. Complete the sentence by choosing the suitable options given below. Taj Mahal is one of the dash architectural masterpiece of the world's heritage. അപ്പോ ആൻസർ ഗ്രാൻഡസ്റ്റ്, ഡി വന്നു കഴിഞ്ഞാൽ പിന്നെ സൂപ്പർലൈറ്റീവ് ഡിഗ്രി. When the minister and the party reached the disaster relief camp, the volunteers dashed the relief goods. Had distributed. If you dash the medicine you could have വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ could have എന്ന് വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ഉപയോഗിക്കുക? had. Okay. അടുത്തത്, pick out the word from the option that means a brief statement that expresses a general truth or a common saying or observation. Adage. Pick out the correctly spelled word ആണ്. Correctly spelled word misappropriation. ഇനി choose the suitable idiom. Very rarely എന്ന് വെച്ചാൽ once in a blue moon. Very rarely. സിനോണിം ആണ് മിറ്റിഗേറ്റ്സിന്റെ സിനോണിം. Alleviates. Mother Teresa was obviously a generous and large-hearted personality who always stood as a symbol of love, compassion, empathy and charity. അപ്പോൾ മദർ തെരേസ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്തു? ഡിലീറ്റ് ചെയ്തു. ഇനി നമുക്ക് 71ാമത്തെ ചോദ്യം മലയാളമാണ്. വിവാഹം ചെയ്ത ഭാര്യയോട് കൂടെ പാർക്കുന്നവൻ എന്നർത്ഥം വരുന്ന ഒറ്റപ്പദം. ആൻസർ 2 മാത്രമാണ് ശരി, ഗൃഹസ്ഥൻ. ഒറ്റപ്പദം ഗൃഹസ്ഥൻ. മലയാളികൾ എന്ന പദം ഏത് ബഹുവചന രൂപമാണ്? മലയാളികൾ എന്നത് ഉത്തരം അലിംഗ ബഹുവചനമാണ്. ലിംഗം മനസ്സിലാക്കാൻ പറ്റുന്നില്ല അല്ലെ, അലിംഗമാണ്. അപ്പോ ഉത്തരം ആണാണോ പെണ്ണാണോ എന്ന് പറയുന്നില്ല, അലിംഗം. സലിംഗമായിരുന്നെങ്കിൽ നമുക്ക് പൂവൻ കോഴികൾ, പിടക്കോഴികൾ, അങ്ങനെ ഗായകന്മാർ, നർത്തകികൾ ഇങ്ങനെ പറയണം. ലിംഗം പറയാൻ അറിയണം. അലിംഗമാണെങ്കിൽ എന്താണ്? ശത്രുക്കൾ, മിത്രങ്ങൾ, രാഷ്ട്രീയക്കാർ, കുട്ടികൾ, അധ്യാപകർ. അപ്പോ ആണാണോ പെണ്ണാണോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പൂജക ബഹുവചനമാണെങ്കിലോ, പൂജക ബഹുവചനം എന്ന് പറയുമ്പോൾ ഭീഷ്മർ, താങ്കൾ, നിങ്ങൾ, അങ്ങനെ നമുക്ക് ഇച്ചിരി ബഹുമാനം വരുന്ന സാധനങ്ങളെല്ലാം എന്താണ്? പൂജക ബഹുവചനം. ഉൽഗതി എന്ന പദത്തിന്റെ വിപരീത പദം എന്താണ്? ഉൽഗതി. ഉത്തരം അധോഗതിയാണ്. മലമ്പരൻ എന്ന പദം പിരിച്ചെഴുതുക. മലമ്പരൻ പിരിച്ചെഴുതുമ്പോൾ മലര് പ്ലസ് അമ്പനാണ് മലരമ്പൻ. രാത്രി എന്ന പദത്തിന്റെ പര്യായം അല്ലാത്തത് ഏതാണ്? പര്യായം അല്ലാത്തത് നിശരാത്രി, ത്രിയാമരാത്രി, ക്ഷണത രാത്രി. ക്ഷണപ്രഭ മാത്രം രാത്രിയല്ല. ക്ഷണത, ത്രിയാമ, നിശ. ഇനി നമ്മുടെ ഉത്തരം താഴെ പറയുന്നതിൽ ശരിയായ വാക്യം. ഇംഗ്ലീഷിലെ പോലെ മലയാളത്തിലും തെറ്റുകൾ വരാം. ഇംഗ്ലീഷിലെ പോലെ മലയാളത്തിലും തെറ്റുകൾ വരാം. വെണ്ണീർ, വെൺ പ്ലസ് നീറാണ് വെണ്ണീർ. ആൻസർ 3 ആണ്. ഓപ്ഷൻ 3 വെൺ പ്ലസ് നീർ. ശരിയായ പദം അതിഥി. ശരിയല്ലേ? അപ്പൊ ഇത് മാത്രമേ ഉള്ളൂ ശരി. അപ്പൊ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, അതിഥി. ഇനി നമ്മുടെ ചോദ്യം 79ാമത്തെ ചോദ്യമാണ്. ആൻസർ താഴെ തന്നിരിക്കുന്ന ഒരു അവസ്ഥയോ വസ്തുതയോ സൂചിപ്പിക്കുന്ന പഴഞ്ചൊല്ല്. കയ്യാടിയാലേ വായയാടു, പനിക്ക് പട്ടിണി. ഇത് രണ്ടുമാണ് അവസ്ഥ അല്ലെങ്കിൽ ഒരു വസ്തുത. ബ്ലൂ ബ്ലഡ്, ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, പ്രോസ് ആൻഡ് കോൺസ്, എ റെഡ് ലെറ്റർ ഡേ. ആൻസർ 4 മാത്രമാണ് ശരി. ഇതിനകത്ത് തെറ്റായ തർജ്ജമ ഏത് എന്നാണ് ചോദ്യം. 80 നമ്മളുടെ ഉത്തരം 4 മാത്രം ശരി. തെറ്റായ തർജ്ജമ ഇത്. ബ്ലൂ ബ്ലഡ് ഉന്നത കുലജാതൻ, ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് രേഖാമൂലം, പ്രോസ് ആൻഡ് കോൺസ് അനുകൂല പ്രതികൂല വാദങ്ങൾ. അടുത്തത് നമ്മൾ ഇത് പോലീസിന്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് പോലീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്, അത് നമ്മൾ ആൻസർ ചെയ്യേണ്ട കാര്യമില്ല. മനുഷ്യാവകാശവും വിവരാവകാശവും ഒക്കെ ഈ ചോദ്യത്തിൽ വരും, അത് നമ്മൾ ഉത്തരം പറയും. ക്ലിയർ ആണ്?
അപ്പോ നമുക്ക് ആൻസറിലേക്ക് പോകണം. മനുഷ്യാവകാശവും വിവരാവകാശവും ഒക്കെ ഇപ്പൊ ക്വസ്റ്റ്യനിലുണ്ട്, അത് നമ്മൾ ആൻസർ ചെയ്യാം. ഇവിടെ ഒന്നും നമ്മൾ ഉത്തരം പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് ടിക്ക് ഇടുന്നതേ ഉള്ളൂ. ഇനി എപ്പോഴെങ്കിലും പോലീസുകാർ നോക്കുമ്പോൾ അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യം സി ആണ്. 94 എ ആണ്. 95 ഇത് നമുക്ക് വേണം. പോക്സോ നിയമത്തിലെ സെക്ഷൻ 3 എന്താണ്? പോക്സോ നിയമത്തിലെ സെക്ഷൻ 3 നുഴഞ്ഞു കയറുന്ന ലൈംഗിക ആക്രമണത്തിന്റെ നിർവചനമാണ്. നുഴഞ്ഞു കയറുന്ന ലൈംഗിക ആക്രമണത്തിന്റെ നിർവചനമാണ്. ഇനി കുട്ടിയല്ലാത്തവർ ഒരു കുട്ടിക്കെതിരെ തെറ്റായ പരാതി നൽകുകയോ തെറ്റായ വിവരങ്ങൾ നൽകുകയോ ചെയ്താൽ അത് തെറ്റാണെന്ന് അറിഞ്ഞ് എങ്ങനെ പോക്സോ നിയമപ്രകാരമുള്ള ഏതെങ്കിലും കുറ്റകൃത്യങ്ങളിൽ അത്തരം കുട്ടിയെ ഇരയാക്കുകയാണെങ്കിൽ ഏതുവരെ നീണ്ടു നിൽക്കുന്ന തടവിന് ശിക്ഷിക്കപ്പെടും? ആൻസർ 1 വർഷം അല്ലെങ്കിൽ പിഴയോ രണ്ടും കൂടിയോ. അടുത്തത് IT ആക്ടിലെ സെക്ഷൻ 66C എന്തിനെ കുറിച്ചാണ് പറയുന്നത്? IT ആക്ട് സെക്ഷൻ 66C പറയുന്നത് ഐഡന്റിറ്റി മോഷണത്തെ കുറിച്ചുള്ള ശിക്ഷയാണ്. IT ആക്ടിന്റെ സെക്ഷൻ 72ന്റെ കീഴിൽ ഉൾപ്പെടാത്തത് എന്താണ്? എലിമിനേറ്റ് ചെയ്തു. വിവരാവകാശ നിയമത്തിലെ 2F പ്രകാരം വിവരങ്ങൾ എന്നതിന്റെ നിർവചനത്തിൽ എന്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഫിസിക്കൽ, ഇലക്ട്രോണിക് റെക്കോർഡുകൾ, ഡോക്യുമെന്റുകൾ എന്നിവയും അതിലേറെയും എന്നുള്ളതാണ്. വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 11ന്റെ ഉദ്ദേശം എന്താണ്? സെക്ഷൻ 11 മൂന്നാം കക്ഷി വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിനുള്ള നടപടിക്രമം ഇത് കൈകാര്യം ചെയ്യുന്നു. അപ്പൊ 100 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഈ സെക്ഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമന്റ് രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ് വീണ്ടും കാണാം. ബൈ.